ഹലോ, പിന്നെ നമ്മൾ കടച്ചക്ക വെച്ച് ബജി ഉണ്ടാക്കാൻ പറയും. കടച്ചക്ക വെച്ച് ബജിയും ഉണ്ട്, ചിപ്സും ഉണ്ട്. എന്ത് വേണ്ട, ഓയിലൊഴിക്കാം. കടച്ചക്ക ബജിക്കുള്ള മാവ് കടലപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ജീരകം, ഉപ്പ്, പിന്നെ ബേക്കിംഗ് സോഡയും ഇതും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. എണ്ണ ചൂടാകുമ്പോൾ ഓരോന്ന് മുക്കി ഇതിടാം. ഇത് ചിപ്സ് വറക്കാൻ വേണ്ടി, മറ്റേത് ബജിക്ക് വേണ്ടി. ഓരോ മാവും ഇതിലിങ്ങനെ കട്ടിക്ക് മുക്കണ മാവ് ഇത്തിരി കട്ടിയോട് വേണം കുറുക്കി ഇഡ്ലി മാവിൻ്റെ പാകം ഒഴിക്കണം. അപ്പോഴേ നമുക്ക് ഈ അരപ്പത് മാവ് ഇതിൽ പിടിക്കുള്ളൂ. കടച്ചക്ക ബജി തീ എണ്ണ നല്ല തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ച് വേണം ഇത് ഉണ്ടാക്കാനേ. ഇപ്പം തന്നെ നോക്കി, പക്ഷെ ഇത് ഉള്ളു വെന്തിട്ടില്ല കേട്ടോ. നേരിയ തീര് വെച്ചില്ലെങ്കിൽ മാവ് പെട്ടെന്ന് കരിഞ്ഞു പോകും. നോക്കി ഇപ്പം തന്നെ നല്ലോണം പൊങ്ങി, പക്ഷെ ഇതിൻ്റെ ഉള്ളൊന്നും അത്ര വെന്തിട്ടുണ്ടാവില്ല. നേരി തീര് വെച്ചിട്ടൊരു ഗോൾഡൻ കളറാകുമ്പോൾ എടുക്കാം. നല്ല നൈസായിട്ട് വേണം ഇത് കട്ട് ചെയ്യാൻ. എന്നിട്ട് വെള്ളത്തിലിട്ട് വെക്കണം. വെള്ളത്തിലിട്ട് 2 പ്രാവശ്യം കഴുകി വെള്ളം മാറ്റിയതിന് ശേഷം ഇത്തിരി ഉപ്പൊടിയും കൂടി ഇട്ട് കലക്കി വെച്ചിട്ട് ഊറ്റാൻ വെക്കണം. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ ഒരു കടച്ചക്ക ഉണ്ടാവും. ഒരു കടച്ചക്ക ഇത്ര ബജിക്ക് കൊടുത്ത് ഇത്ര ചിപ്സിന് കൊടുത്ത് ഒരു 50 രൂപ കടച്ചക്ക. നല്ല കട്ടൻ ചായ, നല്ല മഴയും. നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ലൈക്ക് വരുന്നുണ്ട്, സബ്സ്ക്രൈബ് ആരും ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യാനൊന്നും ആൾക്കാർക്ക് കഴിയില്ല. നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ബന്ധുക്കാരാണെങ്കിലും ആരാണെങ്കിലും പരിചയക്കാരെങ്കിലും വീഡിയോ കണ്ടിട്ടാ വീഡിയോ കൊള്ളാട്ടോ നല്ല സൂപ്പറായിട്ടുണ്ടല്ലോ, പക്ഷെ എന്തോ ആ കൈ വെച്ചിട്ടൊന്നും ലൈക്ക് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനൊന്നും സമയമില്ല. എന്തോ നമ്മൾ ഇവരൊക്കെ വീട്ടിൽ നിന്ന് ലോൺ എടുത്ത് ബാങ്കിൽ നിന്ന് തരുന്ന പോലെ. അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇതാരും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേന്, ഒരു നഷ്ടമില്ല. നിങ്ങളുടെ പെരൽ കൊണ്ട് ആ ഫോണിൽ ഒന്ന് കുത്തിയാൽ തീരാവുന്ന കാര്യമുള്ളൂ. അപ്പം നമ്മുടെ ബജി റെഡിയായി. കളറായാലും അപ്പം എല്ലാവരും ഇതുപോലെ ചെയ്യട്ടോ. മാവിൻ്റെ ഇത് പറഞ്ഞുതരാം ഒന്നും കൂടെ. കടലപ്പൊടി, നമുക്ക് ആവശ്യമുള്ള കടലപ്പൊടി ചക്കട അനുസരിച്ച് അളവറിയാലോ നമുക്ക്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഇത്തിരി നല്ല ജീരകം, എല്ലാം കൂടി ഇത്തിരി ബേക്കിംഗ് സോഡ ഇവിടെ മിക്സ് ചെയ്ത് ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ വേണം വയ്ക്കാൻ. അപ്പോഴേ ഇത് ഇങ്ങനെ കടച്ചക്ക റെഡി. അപ്പം അടുത്ത വീഡിയോക്കാണ്. ടാറ്റ, ബൈ.